ദുരന്തം ഉണ്ടായിക്കണം അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടൊന്നുമല്ല. മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാകാം? അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. സഹാബിയല്ല, സ്വഹാബി. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ. അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു. ഇപ്പോഴോ ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. കേട്ടില്ല നിങ്ങള്? 40 ലക്ഷം ഹജ്ജിന് മനുഷ്യന്മാർ വന്നിട്ട് 5 ലക്ഷം ആൾക്കാരെ ഹജ്ജേ ശരിയാവുന്നുള്ളൂ. ബാക്കിയൊക്കെ ഔട്ടായി പോയി. ഇവരാരാ സലഫികള്? ഇവരെ പിന്നെ ജനകീയ വിചാരണ ചെയ്യണ്ടേ? ഇതൊന്നും മിണ്ടണ്ടെന്നാ പറയുന്ന ചിലര്. ഇന്ത്യയിൽ ഫാസിസം വളരെ ചേച്ചി ഈ തോന്നിയാസം പറഞ്ഞു നടക്കല. ഈ തോന്നിയാസം നിർത്തണം. ഈ ശിർക്കാരോപണം, കുഫ്രാരോപണം നിർത്തണം. എങ്കിലേ മുസ്ലിം സമുദായത്തിൽ കൂട്ടായ്മ രൂപപ്പെടുകയുള്ളൂ. അതിന് വക്കാബി പ്രസ്ഥാനം പിരിച്ചുവിടണം. അവരായിട്ട് മുസ്ലിങ്ങൾ അകന്ന് നിൽക്കണം. ഇത് ഇസ്ലാമായിട്ട് ഒരു ബന്ധമല്ല. ലോക മുസ്ലിമിയുടെ മേലെ ശിർക്കാരോപിക്കണം. എന്നിട്ട് അന്ന് അനസ് മൗലവി ഇയാളെ രക്ഷിക്കാൻ വന്നു. ഇന്ന് അനസും ഇയാളും 2 തൗഹീദില. അത് വേറെ രസം. അന്ന് മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു അനസും ബാലുശ്ശേരിയും ഒക്കെ. എന്നിട്ട് അനസ് അന്ന് വന്നിട്ട് എന്താ പറയുന്നത് നിങ്ങള്? ഇയാളെ പ്രസംഗത്തിൽ മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അനസ് ഒന്നുകൂടെ പറയാം, എന്ത് എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ് ഇടാൻ സമയമല്ല. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് സമയമുണ്ട്. ഞങ്ങൾ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് മാസങ്ങളായില്ലേ. ഒന്ന് കേട്ടോളി അനസിന്റെ വയതും ബാലുശ്ശേരിന്റെ പ്രഖ്യാപനം. 5 ലക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമേ ഹജ്ജിന് അവിടെ എത്തുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നെ ഇല്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുണ്ടാ ക്ലിപ്പ് ഇപ്പൊ ഇടാൻ സമയമില്ല. ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. മുശ്രിക്കീങ്ങളാന്ന് ആ വാചകത്തിൽ തന്നെ ഇല്ല. അത് കേൾപ്പിക്കാൻ കഴിയില്ല. വെറുതെ ഇവരെ കുറിച്ച് നബിതങ്ങൾ പറഞ്ഞ് ദജ്ജാലൂന കദ്ദാബൂനാന്ന്, കള്ളം പറയുന്ന ദജ്ജാലികളെ തെറ്റാന്ന്. നോക്കുകയാണെങ്കിൽ ആ മലയാള പ്രസംഗത്തിൽ ഈ കോലത്തിൽ കളവ് നടത്തുന്നുണ്ടെങ്കിൽ ആയത്തു ഹദീസ് വരെ എത്ര കത്തും? ആയത്തു ഹദീസ് വരെ എത്ര കളവ് നടത്തും? ഇത് പഴയ അനസും പഴയ ബാലുശ്ശേരിയാണ്. പക്ഷെ